അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെ വീണ്ടും ആക്രമണം. ജയറാം രമേശിന്റെ വാഹനത്തിന്റെ ചില്ല് തകർക്കാൻ ശ്രമിച്ചതായി പരാതി. യാത്രയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചായിരുന്നു ആക്രമണം. പിന്നിൽ അസം മുഖ്യമന്ത്രിയെന്ന് ജയറാം രമേശ് ആരോപിച്ചു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, ജോഡോ യാത്രയ്ക്കെതിരായ അക്രമങ്ങൾ വീണ്ടും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് എന്ത് അക്രമ സംഭവമാണ് ഉണ്ടായത്? വിവരങ്ങൾ. അമൃത, ഭാരത് ജോഡോ ന്യായ് യാത്ര അരുണാചൽ പ്രദേശിൽ നിന്ന് അസമിലേക്ക് എത്തിയപ്പോഴാണ് സോനിത്പൂരിൽ ജയറാം രമേശ് സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്താനുള്ള ശ്രമം ഉണ്ടായത്. ഈ വാഹനം തടഞ്ഞു നിർത്തുകയും ചില്ല് തകർക്കാൻ ശ്രമിച്ചു എന്നുമാണ് ജയറാം രമേശ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. യാത്രക്കെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ BJP പ്രവർത്തകരാണ് ഈ അക്രമം നടത്തിയത്. വാഹനത്തിലുണ്ടായിരുന്ന ഭാരത് ജോഡോയുടെ സ്റ്റിക്കർ കീറിക്കളഞ്ഞുവെന്നും ജയറാം രമേശ് പറയുന്നുണ്ട്. പിന്നിൽ അസം മുഖ്യമന്ത്രിയെന്നും ഭയപ്പെടുത്താൻ നോക്കേണ്ടെന്നും ജയറാം രമേശ് എക്സിൽ കുറിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു കല്ലേറുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ജനറൽ സെക്രട്ടറി സഞ്ചരിച്ച വാഹനം ഇത്തരത്തിൽ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുകയും ഭാരത് ജോഡോ യാത്രയുടെ സ്റ്റിക്കർ, വാഹനത്തിലെ മുന്നിലൊട്ടിച്ചിരുന്ന സ്റ്റിക്കർ കീറിക്കളയാൻ ആ സ്റ്റിക്കർ കീറിക്കളയും വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കാൻ ശ്രമിച്ചതായിട്ട് ഇപ്പോൾ ജയറാം രമേശ് തന്നെ ആരോപിച്ചിരിക്കുന്നത്. യാത്ര അസമിലേക്ക് കടന്നത് മുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഭാരത് ജോഡോ യാത്രക്കെതിരെ ഉണ്ടാവുന്നുണ്ട്. യാത്ര വിവിധയിടങ്ങളിൽ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അസം പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഗുവാഹത്തിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ യാത്ര തടസ്സപ്പെടുത്തുന്നു. മാധ്യമപ്രവർത്തകരെ പോലും രാഹുൽ ഗാന്ധിക്ക് കാണാനുള്ള അവസരം നിഷേധിക്കുന്നതായിട്ട് കൂടി കോൺഗ്രസ് ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയറാം രമേശിന്റെ വാഹനം ഇത്തരത്തിൽ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. തൗഫീഖ്, നമുക്കറിയാം രാഹുൽ ഗാന്ധി അസമിൽ ഇവിടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. അതിന് അതേ നാണയത്തിൽ മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹവും രംഗത്തെത്തുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ഒരു പോര് അല്ലെങ്കിൽ ഈ ഒരു തർക്കം അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ, ഇനിയിപ്പോൾ 4 ദിവസം കൂടി അവിടെ പര്യടനമുണ്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ യാത്രയ്ക്കെതിരെ ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? തീർച്ചയായും അസമിലെ വിവിധയിടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രക്ക് അനുമതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് അസം സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി യാത്രയുമായി മുന്നോട്ട് പോകുന്നതിനെ അസം സർക്കാർ ഭയക്കുന്നുണ്ട്. ഈ ഭയം മൂലമാണ് അസമിന്റെ വിവിധയിടങ്ങളിൽ എത്തുന്ന യാത്രയെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അസം സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നതെന്നാണ് പ്രധാനമായും ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അസം മുഖ്യമന്ത്രി ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്, അഴിമതി നിറഞ്ഞ ഒരു സർക്കാരാണ് അസമിലുള്ളതെന്നുള്ള ഒരു ആരോപണം വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉയർന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ എല്ലാ പ്രസംഗങ്ങളിലും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രാഹുലിന് നേരത്തെ തന്നെയായിരുന്നു ഭയമെങ്കിൽ ഇപ്പോൾ തന്റെ മകനെയും കൂടി ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങൾ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു ആരോപണം ഹിമന്ത ബിശ്വ ശർമ്മയും കൂടി ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുമ്പോൾ രാഹുലിനെതിരെയും അസം മുഖ്യമന്ത്രി രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് അസമിൽ കാണാൻ സാധിക്കുന്നത്. 5 ദിവസം കൂടി അസമിലെ യാത്ര ഇനി തുടരേണ്ടതുണ്ട്. ഒരു ദിവസത്തെ പര്യടനത്തിനായി പോയതിനു ശേഷം വീണ്ടും അസമിലേക്ക് എത്തിയിരിക്കുകയാണ് യാത്ര. അസമിലെ വിവിധയിടങ്ങളിൽ യാത്ര നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തൗഫീഖ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, ബസ്സിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് കരുതാൻ കഴിയില്ലല്ലോ, അല്ലേ? അമൃത, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം രാഹുലിന്റെ യാത്ര കടന്നു പോകുന്ന വഴികളിൽ BJP പ്രവർത്തകർ നാളെ നടക്കുന്ന അയോധ്യ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റാലി ആ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ റാലി കടന്നു പോകുന്ന ഇടക്ക് ഈ രാഹുൽ ഗാന്ധിയുടെ യാത്രക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിൽ രാഹുൽ ഗാന്ധി തന്റെ ബസ്സിൽ നിന്നിറങ്ങിയ BJP പ്രവർത്തകരുടെ ഇടയിലേക്ക് ചെല്ലുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. BJP പ്രവർത്തകരുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉടൻ തന്നെ
തന്നെ അദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിനെ ബസ്സിലേക്ക് തിരികെ കയറ്റുന്നതായിട്ട് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അധിക സമയം റോഡിൽ നിർത്താൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല. ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയെ ബസ്സിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് വളരെ വേഗം ബസ് അവിടെ നിന്ന് പുറപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ ബി.ജെ.പിയുടെ ഒരു പ്രതിഷേധം ഈ യാത്രക്കെതിരെ ഉയരുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് വലിയ സുരക്ഷ രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ, ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ഇറങ്ങുകയും അവിടെയുള്ള ആളുകളുമായി സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അസമിൽ അത്തരത്തിൽ ഒരു രാഹുൽ ഗാന്ധിക്ക് പുറത്തിറങ്ങാനുള്ള ഒരു സൗകര്യം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുന്നില്ല. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകും. ബി.ജെ.പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഉയർത്തുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വിവിധയിടങ്ങളിൽ ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു അവസരം ഇപ്പോൾ ലഭിക്കുന്നില്ല. അത് സുരക്ഷ മുൻനിർത്തിയാണ് അത്തരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും വിവിധയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സുരക്ഷ ഇപ്പോൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അസമിലെ യാത്ര പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്.